ഹേ ഓൾ, ദിസ് ഈസ് ഔട്ട്ലോ സ്റ്റുഡിയോസ്. ഇപ്പോൾ മിഡിൽസ്ബ്രോയിൽ നിന്നും ഷെഫീൽഡിലേക്ക് ഒരു മാറ്റം. ആക്ച്വലി ആമസോണിലെ ജോബ് സെറ്റായിട്ട് മാറിയതാണെങ്കിലും ഒരു മാറ്റം അനിവാര്യമായിരുന്നു. കാരണം ഇനി ഒരു കൊല്ലം കൂടിയൊക്കെ ഉള്ളൂ എൻ്റെ PSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെ ഞാൻ മാറി. ആൻഡ് TS1 ടു എസ് വൺ എന്ന് പറഞ്ഞാൽ ഷെഫീൽഡിൻ്റെ പോസ്റ്റ് കോഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുതിയ അക്കോമഡേഷൻ, അതേ ഷെഫീൽഡിലെ S1-ലെ അക്കോമഡേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരലാണ്. എൻ്റെ ഇത് കൂടാതെ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ആൻഡ് ഇത് എൻട്രൻസിൽ കുറച്ച് ചെടി പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇന്ത്യ കാണുന്നത് പോലെ തന്നെ നല്ല ഹൈറ്റുള്ള ബിൽഡിങ്സ് ആണ്. കൈൻഡ് ഓഫ് ഫ്ലാറ്റ് എന്ന് തന്നെ പറയാം. ഈ S1 ഏരിയയിൽ കൂടുതലും ഇങ്ങനത്തെ ബിൽഡിങ്സ് തന്നെയാണ് സ്റ്റുഡൻറ് അക്കോമഡേഷൻസ്. ഈ ബിൽഡിങ്ങിന് ഫ്രണ്ട് എൻട്രൻസ് കൂടാതെ ബാക്കിൽ കൂടെ ഒരു എൻട്രൻസും കൂടി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. എൻ്റെ ഈ സെൻറ്ററിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്സുകൾക്ക് എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമൺ ഏരിയ ആണ്. ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ടീംസൊക്കെ ഉണ്ട്. ലാപ്പൊക്കെ വെച്ച് സമ്മർ ആയതുകൊണ്ട് ലാപ്പൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നവരുണ്ട്, പാട്ട് കേട്ടിരിക്കുന്നവർ, നെറ്റ് നോക്കിയിരിക്കുന്നവരൊക്കെ ഉണ്ടാവാറുണ്ട്. ഇതാണ് ബാക്ക് സൈഡിലേക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഡോറ് ഓപ്പൺ ചെയ്ത് നേരെ കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സിറ്റി ഹാൾ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഹോളി സ്ട്രീറ്റ് എന്നാണ് സ്ട്രീറ്റിന്റെ പേര്. 15 ഹോളി സ്ട്രീറ്റ്, അതാണ് അഡ്രസ്സ്. ആൻഡ് പുറത്തേക്ക് ഇറങ്ങിയ ജസ്റ്റ് 1 മിനിറ്റ് പോലും നടക്കാനില്ല. ഈ ട്രാം ഒക്കെ പോകുന്ന റോഡാണ്. അതുപോലെ തന്നെ ബസ്സസും ഉണ്ട്. സിറ്റി ഹാൾ എന്നാണ് നിയറസ്റ്റ് സ്റ്റോപ്പിന്റെ പേര്. അത് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്, ഞങ്ങളുടെ സ്ട്രീറ്റിന്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ബസ് സ്റ്റേഷനും ട്രാം സ്റ്റേഷനും ഒക്കെ വരുന്നത്. സോ ഈസിലി ആക്സസിബിൾ ആണ്. ദിസ് ഈസ് ദ കീ ടു ഓപ്പൺ മെയിൻ എൻട്രൻസ് എന്നാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കീ നോബ് പോലത്തെ സംഭവമാണ് ആക്ച്വലി ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് വർക്കൊക്കെ ചെയ്തപ്പോൾ അവിടെ ഈ ക്ലോക്കിനും ക്ലോക്ക് ഔട്ടും ചെയ്യാനായിട്ട് ഈ ടൈപ്പ് നോബായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ. ഇപ്പോൾ ഇത് ജസ്റ്റ് കാണിച്ച് കയറുക എന്നുള്ളതാണ്. ആൻഡ് ഡോർ എപ്പോഴും ക്ലോസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കണം. ആൻഡ് 2 ഡോർസ് ആണ് ഉള്ളത്. ഇത് രണ്ടും തുറന്ന് ഉള്ളിലേക്ക് കയറുന്നു. എൻ്റെ ഇവിടെ ലെറ്റർ ബോക്സ് അങ്ങനത്തെ സെറ്റപ്സ് ഒക്കെ ഉണ്ട്. അതുകൂടാതെ ഇതൊരു ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ റൂംസ് ഒക്കെ ഉണ്ട്. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഈ കാണുന്ന 15 എന്ന് പറഞ്ഞ എൻട്രൻസ് ആണ് എൻ്റെത്. സോ ഇതിൻ്റെ മേലേക്ക് കയറി നോക്കിയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. പ്രത്യേകിച്ച് വ്യൂ പോയിന്റ്സ് ഒന്നുമില്ല. എല്ലാം ഇങ്ങനത്തെ റൂംസ് സെറ്റപ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ താമസമുണ്ട്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് മെയിനായിട്ട്. ആൻഡ് ദിസ് ഈസ് നമ്പർ 15 എൻ്റെ വീട്. അപ്പോൾ എൻ്റെ മനയിലേക്ക് സ്വാഗതം. ആൻഡ് ഈ ഡോറ് കീ യൂസ് ചെയ്തിട്ട് തന്നെ തുറക്കണം. തുറന്ന് അകത്തേക്ക് കയറി നമ്മൾ ക്ലോസ് ചെയ്യാണ്. ഇവിടെ ഒരു സെക്യൂരിറ്റി ലോക്കൊക്കെ ഉണ്ട്, പക്ഷെ വർക്കിംഗ് അല്ല. അതുപോലെ ഇവിടെ ഒരു ഫോണും വരുന്നുണ്ട്, അതും വർക്കിംഗ് അല്ല. ഹേയ് പോലീസ് സ്റ്റേഷൻ, ബട്ട് ദിസ് ഈസ് നോട്ട് വർക്കിംഗ്. സോ ഇതിവിടെ നിന്ന് തിരിച്ചു വയ്ക്കുന്നു. മെയിൻ ഡോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ ഇതെൻ്റെ റൂമാണ്. എൻ്റെ ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഡ്രയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡ്രസ്സിങ്ങിന് ഉണക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ദെൻ ഇതാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചെന്ന ഹോളി സ്ട്രീറ്റിന്റെ വ്യൂ. രാവിലേക്ക് എണീറ്റ് ആൾക്കാരൊക്കെ നടന്നു പോകുന്നത് കണ്ടു നിൽക്കാം. ദെൻ ദിസ് ഈസ് ദ കിച്ചൺ. കിച്ചണിലേക്ക് എൻ്റെ റൂം കാണിച്ചു കഴിഞ്ഞിട്ട് പോവാം. ഇവിടെ നമുക്ക് സെക്കൻഡ് റൂം വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ സെറ്റപ്പ് വരുന്നത്. ലൈറ്റ് ഇല്ല ഇവിടെ ഗൈസ്. ഇതും കുറച്ച് സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. മോപ്പ്, ഇതെൻ്റെ ഡ്രസ് കേട്ടോ. ദെൻ എൻട്രിങ് ടു മൈ ഓൺ റൂം. എൻസ്യൂട്ട് റൂമാണ്. അത്യാവശ്യം വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കയറി ആദ്യം തന്നെ ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റിൻ്റെ അടുത്ത് 3 സ്വിച്ചസ് വരുന്നുണ്ട്, ഹീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത്.
എന്താണെന്ന് എനിക്ക് പറഞ്ഞൂടാ. ഇത് ടോയ്ലറ്റിലെ ലൈറ്റിന്റെ സ്വിച്ച് ആണ്. ലൈറ്റ് ഇടുന്നു, കയറി നോക്കുന്നു. ഏയ്, ദിസ് ഇസ് നോട്ട് ടു ബാഡ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ദെൻ ഫുൾ ടൈൽസ് ആണ്. അഗെയിൻ ഇറ്റ്സ് മീ. ഇവിടെ ഷവർ വരുന്നു, വലിയൊരു ഹീറ്ററും ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, കുറ്റം പറയാൻ പറ്റത്തില്ല. എൻസിറ്റ് റൂം വെറുതെ സൈഡിൽ ഒരു കർട്ടനിട്ട് എൻസിറ്റ് റൂം ആക്കി സെറ്റപ്പ് അല്ല, നല്ല സ്പേഷ്യസ് ആണ്. Then here comes my bed area and room. ഇതും പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. ആക്ച്വലി 3 വിൻഡോസ് വരുന്നുണ്ട്. എൻ്റെ ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ സമ്മർ ആയതുകൊണ്ട് കുറെ വെള്ളമൊക്കെ റൂമിൽ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ദെൻ സി, ഇഷ്ടം പോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതുപോലത്തെ 4 ലെയർ ഉണ്ട്. എനിക്ക് ഈ 4 ലെയറിൽ നിൽക്കാനുള്ള സാധനങ്ങൾ പോലും ഇല്ല. ആക്ച്വലി ഇത്രയൊക്കെ സാധനങ്ങളുള്ളൂ എനിക്ക്. ദെൻ ഇവിടെ ബേസിക്കലി ഒരു അലമാര വരുന്നുണ്ട്. അലമാര നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. എൻ്റെ ഡ്രസ്സസ് ഇട്ടു ഒരു പെട്ടിയും താഴെ വെച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ ഹിയർ വൺ മോർ സ്പേസ്. അലമാര, വലിയ അലമാരയാണ്. ഇവിടെയും എൻ്റെ സ്പ്രേ സാനിറ്റൈസേഴ്സ്. ദെൻ വളരെ കുറച്ച് ഡ്രസ്സസേ ഉള്ളൂ. ദെൻ അടിയിലും കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഞാൻ യൂസേജ് ചെയ്യുന്നില്ല, അതിലൊന്നുമില്ല, ഒന്നും വെക്കാനൊന്നുമില്ല. ദെൻ ഞാനിവിടെ എൻ്റെ ഷൂസ് കീപ്പ് ചെയ്തിരിക്കുന്നു. എനിക്ക് വേണമെങ്കിൽ ഷൂസ് അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, ബട്ട് ഐ ലൈക്ക് ടു സീ ദം, ഈസി ആക്സസ്. ദെൻ ഇവിടെയാണ് ഹീറ്റർ വരുന്നത്. ദെൻ മൈ ബ്ലാക്ക് എഡിഷൻ. ബട്ട് അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ റൂമിന്, അതുകൊണ്ട് തന്നെ കർട്ടൻസ് നല്ല ഹൈറ്റിലാണ്. ദെൻ ഇവിടെ ഒരു പിക്ചർ വരുന്നുണ്ട്. നോട്ട് സാറ്റിസ്ഫൈങ് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ദെൻ മൈ ഫാൻ, മൈ ലാപ്പ്, ആൻഡ് ഹിയർ ഇസ് ജസ്റ്റ് ഔട്ട്സൈഡ് വ്യൂ. You can close it. This is kitchen plus living room ആണ്. And to be frank, this is not the cleanest ones. Okay. And 2 സോഫ വരുന്നുണ്ട്, സുഖമായിട്ട് കിടക്കാനും സെറ്റപ്പിനൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു നല്ല ചെയറും വരുന്നുണ്ട്. then ഇവിടെ നിന്നും സെയിം വ്യൂ ഉണ്ട്, നേരത്തെ കാണിച്ചെന്ന് കോറിഡോറിന് കാണിച്ചെന്ന പോലെ തന്നെ സ്ട്രീറ്റ് വ്യൂ ഉണ്ട്. യെസ്, ദിസ് ഈസ് റിയലി നൈസ് നാ. ആൻഡ് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ലിവിങ് റൂം എന്ന് പറയാം. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് ദ ക്ലീനസ്റ്റ് വൺ ബിക്കോസ് ഇറ്റ്സ് എ ബാച്ചിലേഴ്സ് വൺ. ആൻഡ് ഇൻ ദ ഏരിയ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ഫ്രിഡ്ജ്. യുനോ, ഫ്രിഡ്ജ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മേലക്കൂടി ലൈനിങ് കൊടുത്തിരിക്കുകയാണ്. സി, അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് അടയ്ക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ആക്ച്വലി ഫ്രീസർ അടയ്ക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ പ്രൈസ് കെട്ടി കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നൗ ഇറ്റ്സ് ഓക്കെ. ദെൻ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരും കുക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നു. ദെൻ മൈക്രോവേവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓവനും വരുന്നുണ്ട്. ഓവനല്ല, അവൻ. ആൻഡ് ബേസിക്കലി ഇതാണ് അതിനുള്ള സ്വിച്ചസ്. ആൻഡ് ഇത് ആക്ച്വലി ഫുള്ളി ഇലക്ട്രോണിക് ആണ്, ഗ്യാസ് ഇല്ല, എല്ലാം ഇലക്ട്രിക്കലാണ്. ഇങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ആക്കുന്നത്. നമുക്കിത് ഓഫ് ചെയ്യാം. Then this is the oven. And ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്പേസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയും ഈ അറ്റത്തും സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഡിഷ് വാഷറും വരുന്നുണ്ട്. നമ്മളിത് യൂസ് ചെയ്യുന്നില്ല, അവരും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ഇന്ത്യൻ കറികൾക്ക് ഡിഷ് വാഷറും ഉണ്ട്, ഒരു ഉപകാരമില്ല. വെറുതെ പേരിന് പറയാം ഡിഷ് വാഷറൊക്കെ വീടാണ്. ദിസ് ഈസ് സം സ്റ്റോറേജ്. ദാറ്റ്സ് മെയിൻലി മൈ സ്റ്റോറേജ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട്. മേലെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ, ഇവിടെ കുറച്ച് സ്റ്റോറേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ബേസിക്കലി ദാറ്റ്സ് മൈ ഹോം ടൂർ. എൻ്റെ ഇതിലെ മെയിൻ അട്രാക്ഷൻ ഈ ഔട്ട്സൈഡ് വ്യൂ തന്നെയാണ്. രാത്രിയായാലും നേരത്തെ കാണിച്ചെന്ന പോലെ ട്രാംസ് ഒക്കെ പോകുന്ന റോഡാണ്, അതുകൊണ്ട് ആൾക്കാരുണ്ടായിരിക്കും, ലൈറ്റ്സ് ഉണ്ടായിരിക്കും, അതിനൊന്നും ഒരു കുറവില്ല. ഹേ, സോ ദാറ്റ്സ് ബേസിക്കലി മൈ 3rd ഹോം ടൂർ. 3ാമത്തെ ഹോം ടൂർ ആണ്. മിഡിൽസ്ബ്രോയിലെ 2 വീടുകളുടെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്.
താല്പര്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഈ വീടിന് റെന്റ് വരുന്നത് 450 ഇൻസിറ്റ് റൂമാണ്. ബിൽസ് എല്ലാം വരുന്നുണ്ട്. ആക്ച്വലി കൗൺസിൽ ടാക്സ് വരുന്നില്ല. കൗൺസിൽ ടാക്സ് ഇത് കൂടാതെ ഞങ്ങൾ 3 പേര് കൂടി ഷെയർ ഇട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതുവരെ അടച്ചിട്ടില്ല. അല്ലാതെ 450 വരുന്നത്. കുഴപ്പമില്ല, കാരണം S1 തന്നെയാണ് അക്കോമഡേഷൻ വരുന്നത്. സിറ്റി സെന്ററിന് തൊട്ടടുത്താണ്. ഒരു 8 മിനിറ്റ് വാക്കൊക്കെ ഉള്ളതുകൊണ്ട് സിറ്റി സെന്ററിലേക്ക്. ആൻഡ് ദിസ് ഈസ് കോൾഡ് സിറ്റി ഹാൾ. ഞാൻ പുറത്ത് കാണിച്ചെന്ന ബിൽഡിംഗ് സിറ്റി ഹാൾ എന്ന് പറഞ്ഞ ബിൽഡിംഗ് ആണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത എമൗണ്ട് ആണ് ഷെഫീൽഡിൽ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വേറെ പല വീടുകളും പോയി കണ്ടിരുന്നു. അതിനൊക്കെ ഇതിലും റേറ്റ് ഒക്കെ വരുന്നതുണ്ട്. എൻസിറ്റ് റൂം ഒക്കെ വരുമ്പോൾ 550 ഒക്കെ വരുന്നുണ്ട്, 600 വരുന്നുണ്ട്. ദിസ് വൺ ഈസ് ഓക്കെ ടു ബി ഫ്രാങ്ക്. സോ ദാറ്റ്സ് മൈ തേർഡ് ഹോം ടൂർ. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. ഞാൻ കൂടുതൽ ആക്റ്റീവ് ആവുന്നതായിരിക്കും എന്നാണ് എൻ്റെ പ്ലാന്. സോ ഹോപ്പ്ഫുള്ളി താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.